ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജോൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത്? അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ക്രിസ്മസ് ആഘോഷ ഒരുക്കങ്ങളും ക്രിസ്മസും 2-3 ദിവസത്തെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റൊക്കെ ഇട്ടൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മോൾക്ക് ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ട്രീയും പുൽക്കൂടൊക്കെ വെക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് ആദ്യം വെച്ച ദിവസങ്ങളിൽ. അതായത് തിനയൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കരോൾ ഇത്തവണ നേരത്തെ വന്നതുകൊണ്ട് നേരത്തെ പുൽക്കൂട് വെക്കേണ്ടി വന്നു. എന്തായാലും കരോളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ക്രിസ്മസിൻ്റെ എനർജി ഉണ്ടാകുന്നത്. ഇത്തവണ ജുവാനും ക്രിസ്മസ് ഫാദറിനോടൊപ്പം ഇറങ്ങി നിന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ക്രിസ്മസിന് തലേ ദിവസം 24-ാം തീയതി 11:30 ഞങ്ങൾക്ക് ചർച്ചിൽ കുർബാനയൊക്കെ. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടാണ് പോയത്. കാരണം തിരിച്ചു വരുമ്പോൾ എനിക്കറിയായിരുന്നു 1 മണി എന്തായാലും കഴിയും, അപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിപ്പോവും. അപ്പോൾ അതിന് മുന്നേ അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ ഞങ്ങൾ 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി കേട്ടോ. ജുവാൻ അല്ലെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഉറങ്ങാണ്ടൊക്കെ അവരിരുന്നു. നേരത്തെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. വാവയാണെങ്കിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ചിരിച്ച് നല്ല ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. കേക്ക് കെട്ടിയതിന് ശേഷം ഞങ്ങൾ കരുതി എന്തായാലും ചർച്ചിൽ പോകുന്നതിന് മുന്നേ വീടിൻ്റെ പുറത്തിറങ്ങി മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുൽക്കൂടിൻ്റെ ചുറ്റിലും സിറ്റ് ഔട്ടിൻ്റെ അവിടെ കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ അതിൻ്റെ ലൈറ്റും മെഴുകുതിരിയുടെ വെളിച്ചമായിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ, അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞങ്ങളെ പറ്റുന്നത് പോലെ ഒരു കുഞ്ഞു പുൽക്കൂടും അങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ചർച്ചിലോട്ട് പോയി. ഞങ്ങളുടെ ചർച്ചിലൊരു വലിയ പുൽക്കൂട് തന്നെ ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ലൈറ്റിങ്ങും സാന്താക്ലോസും പിന്നെ കുളമൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പുൽക്കൂട് കാണുന്നതിൻ്റെ സെൽഫിയൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വാവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് വെച്ചിട്ടുണ്ടോ? എന്താണ് അനുഭവം? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ എത്താൻ വാവ നല്ല ഉറക്കമാണ്. കാരണം അവർ ചർച്ചിൽ നിന്ന് വന്ന് ഞങ്ങളൊരു 1:30 ആയി. അപ്പോൾ 2 പേരും ഉറക്കം കാരണം അടുക്കളയിലെ ജോലിയിലോട്ട് ഞങ്ങൾ തുടങ്ങി. രാവിലെ അപ്പവും അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി ആയതുകൊണ്ട് പറയുമല്ല, സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. 24 ദിവസം നോമ്പെടുത്തിട്ട് 25-ാമത്തെ ദിവസം നമുക്കൊരു നോൺ വെജ് കഴിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ആർത്തിയോട് ഞാൻ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അതിനുള്ള സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് വെച്ച് എല്ലാവരും അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം എൻ്റെ പാചകമാണ്. ആദ്യം ഞാൻ അരി കഴുകി കുതിർക്കാനായിട്ടിട്ടു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും കുക്കിങ്ങിൻ്റെ ഇല്ല, ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് നമുക്ക് കുക്കിംഗ് ചാനലുകളിലൊക്കെ ഈ ബിരിയാണി, പ്രത്യേകിച്ച് ക്രിസ്മസ് സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട്. അതൊക്കെ ഞാനൊന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ കണ്ടിട്ട് എൻ്റേതായിട്ടൊരു രീതിയിലാണ് ഞാൻ ചെയ്തത്. അരി കുതിർക്കാനിട്ടതിന് ശേഷം ഞാൻ ആദ്യം പപ്പടം പൊള്ളിച്ചെടുത്തു. കാരണം പപ്പടം ലാസ്റ്റ് നിമിഷം നമ്മൾ ചെയ്യുമ്പോഴത്തേനും വിട്ടു പോകാനും ഒരു ഹറിബറി ആയിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഞാൻ പപ്പടം പൊരിച്ചു. പപ്പടം പൊരിച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ടി സവാള ഫ്രൈ ചെയ്തെടുക്കണമല്ലോ, അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തേനും വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വാവയോട് നേരം കുറച്ച് സമയം കളിച്ചു, അവളെ ഒന്ന് ഫ്രഷാക്കിയൊക്കെ എടുത്തു. ഇച്ചിരി നേരമൊക്കെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കും. ഒരു ബട്ടർഫ്ലൈ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്റ്റിക്കർ. അപ്പോൾ അതൊക്കെ വെച്ച് അവൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ വീണ്ടും ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നു. അപ്പോൾ ഞാനത് കോരിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഗോൾഡൻ നിറം ആകുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ തീ വയ്ക്കുക. അതിന് ശേഷം ഇച്ചിരി ഒരു നുള്ള് പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ തന്നെ ആ ക്രിസ്പിനെസ്സോടുകൂടി സവാള നമുക്ക് കിട്ടും. അതിനുശേഷം വാർത്ത് വെച്ചിരുന്ന അരി ഒന്ന് ക്യാരറ്റൊക്കെ ഇട്ട് നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി ഒരു 3-4 മിനിറ്റ് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് ഇത് വേവിക്കാനായിട്ട് അടച്ചു വെച്ചു. ആ സമയത്ത് ഞാൻ കരുതി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുവാണേ. ചിക്കൻ ലെഗ് പീസ് മലയാളിയുടെ ഒരു ഹരമാണല്ലോ. എന്തായാലും അത് തന്നെ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി. ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു. കാരണം അതിൻ്റെ മസാല കൂട്ട് അസാധ്യ ടേസ്റ്റി ആയിരുന്നു കേട്ടോ.
നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ വെന്ത് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടേക്കാം. നമ്മുടെ അരി ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണേ. ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. ഒന്നുകൂടെ നെയ്യ് ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട്. എങ്ങനെയുണ്ട്? ലാസ്റ്റ് ഡെക്കറേഷനും കഴിഞ്ഞിരിക്കുവാണ്. ചെറിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ജുവാന് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഫസ്റ്റ് ലെയർ മാത്രമേ ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ, അകത്തോട്ടൊന്നും അങ്ങനെയില്ല. അതുകൊണ്ട് ചോറ് മറിച്ചെടുക്കുമ്പോഴത്തേനും കറക്റ്റാവും. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, രാവിലെ വെച്ചതാണ്. പിന്നെ നമ്മുടെ സാലഡ്, നല്ല തിക്കായിട്ടൊരു സാലഡായിരുന്നു, അധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയായി, ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ഇച്ചിരി ഒരു പാലട പായസം കൂടെ വെച്ചിട്ടുണ്ട്. അതൊരു മിക്സ് വാങ്ങി വെച്ചതാണ്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് റെഡിയായി. എല്ലാവർക്കും മെറി ക്രിസ്മസ്. വാവ ഇവിടെ നല്ല ഉറക്കമാണ്. അവളൊന്ന് ഫ്രഷാക്കി നേരത്തെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പ്ലേറ്റിലാണ് ഞങ്ങൾ കഴിച്ചത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അത് കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. വാവ അപ്പത്തേനും എഴുന്നേറ്റു ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ. ഞങ്ങളോടൊപ്പം വാവയും പുൽക്കൂടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടോ അവൾ ഇതുവരെയും പുൽക്കൂടൊന്നും വലിച്ച് എടുത്ത് തുടങ്ങിയില്ല. അതിനുള്ള പ്രായമായിട്ടുണ്ടാവില്ല. എന്നാലും അതിനടുത്തൊക്കെ പോകും, പക്ഷെ ഒന്നും വലിച്ച് പറിച്ച് കളയാറായില്ല. അപ്പോൾ അവൾക്കത് ഇഷ്ടമാണ്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് എക്സ്പ്രഷൻസൊക്കെ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ. പുൽക്കൂടിനടുത്തോട്ട് പോകും. പിന്നെ അവൾക്കറിയാം ഞങ്ങൾ വിളിക്കുമ്പോൾ ഉടനെ തന്നെ സ്റ്റോപ്പാവും. അതാണ് അവൾ ചെയ്യുന്നത്. കാരണം 1 മാസം കൊണ്ട് അവളിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഏകദേശം 5-ാം തീയതി ഞങ്ങൾ വെച്ച പുൽക്കൂടാണ്. ഇതിപ്പോൾ 25-ാം തീയതി ആയപ്പോൾ 20 ദിവസം കൊണ്ട് അവളോട് നമ്മൾ അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ ഡോർ ക്ലോസ് ചെയ്യുന്നു, അതൊക്കെ അവൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്രഷൻസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടണേ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ഞങ്ങളുടേത്. ഒരു 3 വർഷത്തിന് മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ ഓരോ ക്രിസ്മസിനും ഇതെടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഉപയോഗം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്രിസ്മസും അതിൻ്റെ ട്രീയുടെ സാധനങ്ങളെല്ലാം കവറിനകത്ത് കെട്ടി വീണ്ടും സൂക്ഷിച്ച് വയ്ക്കും. അടുത്ത വർഷം മാത്രമേ എടുക്കത്തുള്ളൂ. സ്വരൂപവും അങ്ങനെയാണ്. ഈ പുൽക്കൂട് ഹോം മെയ്ഡാണ്, ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും. അതിനാവശ്യമായ പുല്ലൊക്കെ മെയിന് വീണ്ടും സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ തെനയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അത് നമ്മൾ കുതിർത്ത് വെച്ച തെന മണ്ണിലോൻ്റെ പുറത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി പാലം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ തെങ്ങ് മേടിക്കാൻ കിട്ടി, അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂട് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനും ജോനൂട്ടനും കൂടെ ചേർന്നാണ് പുൽക്കൂടിൻ്റെ ഏകദേശ പണിയും പൂർത്തിയാക്കിയത്. കുഞ്ഞാണേലും അവൻ നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു. ഇതെടുത്തിട്ട് വാന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്തിട്ട് വരും. ഞങ്ങളെക്കാളും ഇൻട്രസ്റ്റ് കൂടുതൽ മോനായിരുന്നു. അപ്പം മോനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു വരും വർഷങ്ങളിലൊക്കെ നീ വേണം ഇതൊക്കെ വയ്ക്കാൻ, എല്ലാം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എന്നൊക്കെ. അനിയത്തി ഉണ്ടാക്കിയ പെറോട്ടയും ചിക്കനൊക്കെ ആയിരുന്നു നൈറ്റിലെ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.